ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ LP UP സീരീസിലേക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ SCRT ടെക്സ്റ്റൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയിരുന്നു. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോൾ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്ന് ക്ഷമിക്കുക. ഈ ഒരു സീരീസ് ബ്രേക്ക് ആവാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ, സയൻസിൻ്റെ ക്ലാസ് 5 സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പം നമ്മുടെ ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു കുട്ടി അമ്മ ഡോക്ടറായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് കാണിച്ചേക്കുന്നത്. പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ? എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു. അപ്പം ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസിനെ പറ്റിയിട്ടാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെ ആയിരിക്കാം? മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്തു ചെയ്യണം? നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അവയെല്ലാം പകരുന്നവയാണോ? അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് ഏതൊക്കെയാണോ അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തേക്കുക. ഇപ്പോൾ പകരുന്ന രോഗങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, അതൊക്കെ പകരുന്നതാണ്. പകരാത്ത രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം അഥവാ ഷുഗർ, ഇതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ. അങ്ങനെ കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പകർച്ചവ്യാധികൾ, അതായത് സ്പ്രെഡ് ആവുന്നത്. അടുത്തത് മഹാമാരികൾ. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പാൻഡമിക് എന്ന് ചോദിച്ചാൽ, ഒരു പകർച്ചവ്യാധി ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക്, ഇപ്പോൾ നമ്മുടെ കൊറോണയൊക്കെ സംഭവിച്ച പോലെ ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയില്ലേ, അപ്പം അതിനാണ് പാൻഡമിക് എന്ന് പറയുന്നത്. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഇതുപോലത്തെ പാൻഡമിക് ആയിട്ടുള്ള ഡിസീസാണ് വസൂരി, ക്ഷയം, പ്ലേഗ് ഒക്കെ. അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ COVID-19. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. ഇനി രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും? അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? അപ്പം നമ്മൾ ഓൾറെഡി രോഗമുള്ള ഒരാളുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത് നമുക്കും സ്പ്രെഡ് ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ അസുഖം പരത്തുന്ന ജീവികളെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് നിർത്തിയല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്, ഏതാണ് രോഗം പരത്തുന്ന ജീവികൾ എന്നുള്ളത്. അപ്പം രോഗത്തിന് കാരണം, രോഗകാരികൾ, അതാണ് നമ്മുടെ പതോജൻസിന് മലയാളത്തിൽ പറയുന്നതാണ് രോഗകാരികൾ. മലയാളം ഓർത്തിരിക്കുക, രോഗകാരികൾ. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ അഥവാ പതോജൻസ് എന്ന് പറയുന്നു. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലെയുള്ള ജീവികളൊക്കെയാണ്, ഇല്ലെങ്കിൽ ആ ഒരു ലിവിങ് തിങ്സ് ഒക്കെയാണ് നമ്മുടെ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്. അപ്പം ഇവരെയാണ് എന്തെന്ന് പറയുന്നത്? രോഗകാരികൾ അഥവാ പതോജൻസ്. അത് ഓർത്തിരിക്കുക. ബാക്ടീരിയയുടെ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് ദിസ് വൺ. ദെൻ വൈറസിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ ജീവികളും രോഗകാരികളല്ല. അതായത് എല്ലാ മൈക്രോബ്സും അസുഖം പരത്തുന്നവരാണോ? അല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ശരീരത്തിലും തൊലിയിലുമൊക്കെ ഒരുപാട് ആവശ്യമുള്ള ബാക്ടീരിയാസും പ്രസൻറ്റാണ്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നതിനും പിന്നെ അതിൻ്റെ അബ്സോർപ്ഷനും പിന്നെ അതുപോലെ ഡൈജഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. നമ്മൾ ദോശയിൽ മാവ് പുളിപ്പിക്കാൻ വെക്കുമ്പോൾ അവിടെ ഒരു ബാക്ടീരിയൽ ആക്ഷനാണ് നടക്കുന്നതെന്ന്. അതേപോലെ തന്നെ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അതായത് നമ്മുടെ ബയോ ആയിട്ടുള്ള കാര്യങ്ങളിനെയൊക്കെ
ഇത് വളമാക്കി മാറ്റാനും ഒക്കെ സഹായിക്കുന്നത് ഈ പറഞ്ഞ ബാക്ടീരിയയും ഫംഗസും ഒക്കെയാണെന്നാണ് പറയുന്നത്. സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ പുസ്തകത്തിൽ നോട്ട് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾസ് കോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. നമുക്കറിയാം, നമ്മുടെ ഡ്രസ്സിൽ വരുന്ന കരിമ്പൻ അടിച്ചു എന്ന് പറയില്ല, അത് ഫംഗസാണ്. പിന്നെ അതേപോലെ നമ്മുടെ ബ്രെഡിൽ കാണുന്ന കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ പൂത്ത് പോയല്ലോ, അതും ഫംഗസാണ്. അപ്പം മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, അതേപോലെ ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. പേരൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം മനുഷ്യരിൽ രോഗം ഉണ്ടാക്കുന്ന ചില സൂക്ഷ്മജീവികളായ ഫംഗസിൻ്റെ പേരാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഇതൊക്കെ നമുക്ക് അസുഖം പരത്തുന്ന ഫംഗസാണ്. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. നമ്മൾ കഴിക്കുന്ന കൂണില്ലേ, അതും ഫംഗസിൽ പെടുന്ന. അതേപോലെ കാണാത്ത ഫംഗസുകളുണ്ട്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഫംഗസുകളും ഉണ്ടെന്നുള്ളത്. ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ, ഇതൊക്കെ നമുക്ക് അസുഖം പരത്തുന്ന ഫംഗസാണ്. ഇനി രോഗങ്ങൾ പകരുന്ന വഴി. ചിത്രീകരണം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തൂ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ രോഗം പകരാൻ എങ്ങനെയാണ്? ഒരാൾ തുമ്മുന്നത് കാണിക്കുന്നുണ്ട്, ഈച്ച വന്ന് നമ്മുടെ ഭക്ഷണത്തിൽ ഇരിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് രോഗം പകരാനുള്ള വഴികൾ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും നമ്മൾ കവർ ചെയ്ത് പിടിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണെന്നുള്ളത്. സൂക്ഷ്മ ശരീരത്തിൽ ജീവികൾ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റിയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി വായിച്ചത് ബേസ് ചെയ്ത് കുട്ടികളേത് ആക്ടിവിറ്റി ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഇനി രോഗാണുവാഹകർ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് അതായത് ഈ രോഗം കൊണ്ട് നടക്കുന്നവർ, വെക്ടേഴ്സ്, കൊണ്ട് തരുന്നവർ. അതാണ് വെക്ടേഴ്സ് അല്ലെങ്കിൽ രോഗാണുവാഹകർ എന്ന് പറയുന്ന ആ ഒരു ടേം ഒന്ന് ഓർത്തിരിക്കുക. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗാണുവാഹകരാണ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. അതായത് രോഗം പരത്താൻ വേണ്ടിയിട്ട് ആ രോഗത്തിന് കാരണമായ സാധനം എന്താണോ അതിനെ കൊണ്ട് നടന്ന് ബാക്കിയുള്ളിടത്തേക്കൊക്കെ എത്തിക്കുന്നവർ. അതാണ് ആര്? ഈ പറഞ്ഞ വെക്ടേഴ്സ് അഥവാ രോഗാണുവാഹകർ. അതിൽ വരുന്നതാണ് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാലൊക്കെ. ഓക്കെ. ഇനി പരിസരം മലിനമാകുമ്പോൾ. സമാന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടിലും ഉണ്ടോ? ഇവിടെ കാണിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടോ എന്നുള്ളത്. എല്ലാവരുടെയും വീടിൻ്റെ അടുത്തൊക്കെ നിലവിൽ ഉള്ള സാഹചര്യമൊക്കെ തന്നെയാണ് അല്ലേ. വേസ്റ്റും കാര്യങ്ങളും എല്ലാം ചുമ്മാ അവിടെ ഇവിടെ വലിച്ചിടുക, അങ്ങനെ കൊതുക് പെരുകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതും ഇവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതി നോക്കാൻ. ഈച്ചയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, എലിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, കൊതുക് ഇവിടെ തന്നിട്ടുണ്ട്. രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീടു പരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? അപ്പം കൊതുകിനെ ഇല്ലാതാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇനി രക്ഷയില്ല, മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം കൊതുകിനെ അകറ്റാൻ വേണ്ടി നമ്മൾ പരിസരം ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അതേപോലെ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും ഒക്കെ നീക്കം ചെയ്യുക. ഓടകളൊക്കെ ശുചീകരിക്കുക എന്നിവയൊക്കെ കൊതുക് പെരുകാൻ തടയുന്ന മാർഗങ്ങളാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം, നമ്മൾ കൊച്ചിലോട്ട് പഠിച്ചിട്ടുള്ള, അങ്ങനെ പുതിയതായിട്ടൊന്നും പഠിക്കാനില്ലേ. കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമുക്കറിയാം. സന്ധ്യയാകുമ്പോൾ നമ്മൾ എല്ലാം ജനലും കാര്യങ്ങളൊക്കെ അടച്ചു വയ്ക്കുക. കൊതുക് ബാറ്റ് യൂസ് ചെയ്യാം. കൊതുകിനെ ഓടിക്കാനുള്ള വേറെ കുറേ സാധനങ്ങളൊക്കെ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്താൽ മതി അല്ലേ. ഓക്കെ. രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? അല്ല. രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും അപ്പം ഇവിടെ കുറച്ച് രോഗങ്ങളും അതുപോലെ തന്നെ ആ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് വരാതിരിക്കാൻ? നമ്മൾ ആ ഫുഡും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കുക, കഴുകി ഉപയോഗിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അല്ലേ. അതുപോലെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. അതേപോലെ നമ്മൾ രോഗിയുടെ വസ്ത്രങ്ങളും കർച്ചീഫ്സും കാര്യങ്ങളും ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക. ഇനി അടുത്ത മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിലോ?
നമ്മൾ മണ്ണിലൂടെ നടക്കുമ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യുക. അതേപോലെ ശരീര മുറിവുകളും കാര്യങ്ങളൊന്നും മലിനജലവുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതെ നോക്കുക. മണ്ണും ചെളിയും ഒക്കെ പുരണ്ട നമ്മൾ കയ്യും കാലും സോപ്പിട്ട് കഴുകുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, വിദ്യാലയം, ശുചിമുറികൾ എന്നിവയുടെ ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യാം? അത് നമ്മൾ കോമൺ ആയിട്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടികളോടെ. ഇനി പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും മനുഷ്യനെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കുക? ആണോ? അല്ല. അതായത് നമ്മുടെ ചെടികൾക്കും അസുഖം വരാറുണ്ട്, അതേപോലെ നമ്മുടെ ആനിമൽസിനും അസുഖം വരാറുണ്ട് അല്ലേ? കോഴി, പിന്നെ അതുപോലെ പക്ഷിപ്പനിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ മൃഗത്തിൻ്റെ കേസിൽ ആദ്യം പറഞ്ഞു. പിന്നെ നമ്മുടെ ചെടികളുടെ കേസിലേക്ക് വരുമ്പോൾ നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, ഇന്ന് റസ്റ്റ് ഡിസീസ് ആണെന്നാണ് തോന്നുന്നത്, തവിട്ട് ഇലപ്പുള്ളി. അതുപോലെ പയറിലെ മൊസൈക്ക് ഡിസീസ്, മൊസൈക്ക് രോഗം. തെങ്ങിലെ കൂമ്പു ചീയൽ, തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, അതിന് നമ്മുടെ ഇംഗ്ലീഷിലൊരു പേരുണ്ടായിരുന്നു, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. നിങ്ങളാരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യേ. ഓക്കെ. ഇപ്പോൾ തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, നെല്ലിലെ തവിട്ടിലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പയറിലെ രോഗം ഏതാണ്? തവിട്ടിലപ്പുള്ളി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്, അതൊന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് തെങ്ങിൻ്റെ കൂമ്പ് ചീയലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പം സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഇനി ശുചിത്വശീലങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ക്ലീനായിട്ടിരിക്കുക, വീടും പരിസരവും വൃത്തിയാക്കുക, പിന്നെ അതേപോലെ നമ്മൾ പുറത്തുകൂടെ നടക്കുമ്പോൾ ചെരുപ്പൊക്കെ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഭക്ഷണത്തിന് ശേഷം കൈ കഴുകാറുള്ളൂ. ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ? ടിക്ക് ചെയ്യൂ. ഭക്ഷണത്തിന് ശേഷം മാത്രം കൈ കഴുകിയാൽ മതിയോ? അല്ല, കഴിക്കുന്നതിന് മുമ്പും കഴിച്ചു കഴിഞ്ഞും നമ്മൾ കൈ കഴുകണം അല്ലേ? അതേപോലെ ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കണം. അങ്ങനെ കുറച്ച് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കയറിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരം സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അതാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകണമെന്നില്ല. ഈ പറഞ്ഞ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എല്ലാവർക്കും ഒരേപോലെ അല്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. അപ്പോൾ നോക്കിക്കേ, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് കഴിയത്തില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻസ് എടുക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ അസുഖങ്ങൾ, പോളിയോ, അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബി, ഇതൊന്നും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിക്ക് തടയാൻ പറ്റുന്ന അസുഖങ്ങളല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്? നമ്മൾ കൊച്ചിലെ വാക്സിൻസ് എടുത്തിട്ടുണ്ട്, പ്രതിരോധ കുത്തിവയ്പ്പ് കേട്ടോ, വാക്സിൻ. അപ്പോൾ ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നമ്മൾ ആർജിച്ചെടുത്തതായതുകൊണ്ട് അതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി. അപ്പം മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. അപ്പം ഈ പറഞ്ഞ വാക്സിനേഷൻ വഴിയാണ് നമ്മൾ പോളിയോ, പ്ലേഗ്, വസൂരിയൊക്കെ അതിജീവിച്ചത്. അപ്പം അത് ഓർത്തിരിക്കുക. ഇനി വാക്സിൻ എടുക്കാനുള്ളവർ ഒരു കാർട്ടൂൺ കാണിച്ചേക്കുന്നതാണ്. ഏതെല്ലാം രോഗങ്ങൾ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? 16 വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെ? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് അത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണേ. ഇനി വാക്സിനേഷൻ ചാർട്ട്. ഇവിടെ ഒരു ചാർട്ട് വന്നിട്ടുണ്ട്. BCG എന്ന് പറയുന്നത് എന്താ? ബാസിലസ് കാൽമെറ്റ് ഗുവെറിൻ. OPV ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വേണ്ടിയിട്ടുള്ളത് FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RBV റോട്ടോ വൈറസ് വാക്സിൻ. കുറച്ച് വാക്സിൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ജനിക്കുന്ന സമയത്ത് എടുക്കുന്നതാണ്. OPV, BCG, Hep B. പിന്നെ ഒരു 6 ആഴ്ച കഴിയുമ്പോൾ OPV 1 എടുക്കും, RBV 1, ദെൻ പെൻറ്റാവാലൻറ്റ് 1, FIPV 1, PCV 1. ദെൻ 10 ആഴ്ചയായി കഴിയുമ്പോൾ നമ്മൾ OPV 2, RBV 2, പെൻറ്റാവാലൻറ്റ് 2. ദെൻ ഒരു 14 ആഴ്ചയായി കഴിയുമ്പം OPV 3, RBV 3, പെൻറ്റാവാലൻറ്റ് 3, FIPV 2, PCV 2. അങ്ങനെ കുറച്ച് വാക്സിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊക്കെ. പോളിയോ ഒക്കെ എപ്പോൾ എടുക്കുന്നു,
അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർട്ടും കൂടി തന്നിട്ടുണ്ട്. PCV ന്യൂമോകോക്കൽ കൺജുവേറ്റ് വാക്സിൻ, MR മീസിലസ് റുബല്ല വാക്സിൻ, DPT ഡിഫ്തീരിയ പെട്രൂസിസ് ടെറ്റനസ് വാക്സിൻ, TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ അത് ഓരോ ടൈമിലും, അതായത് 9 മാസം കൂടുമ്പോൾ എടുക്കേണ്ടത് 16 to 24 മാസം ആകുമ്പോൾ 5 അല്ലെങ്കിൽ 6 വയസ്സിൻ്റെ ഇടയ്ക്ക് 10 വയസ്സിൻ്റെ കുത്തിവെപ്പ്, 16 വയസ്സിൻ്റെ കുത്തിവെപ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ നിന്നൊക്കെ മേ ബി ക്വസ്റ്റ്യൻ വരാം. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ മെയിനായിട്ട് എന്താ, നമ്മൾ ആ ഒരു ഏജ് ഗ്രൂപ്പും വാക്സിൻ്റെ എടുക്കുന്ന ടൈമും നമ്മൾ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. പിന്നെ അതേപോലെ ആർജിത അക്വയർഡ് ഇമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് നോക്കുക. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്, അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ ഈ ഒരു സീരീസ് ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെന്നുണ്ടെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.